ഹരി ഓം. ദേവേന്ദ്രൻ സൃഷ്ടിച്ച ഘോരവൃഷ്ടിയിൽ നിന്നും രക്ഷിക്കാൻ ഗോപന്മാരും ഗോപികമാരും ഭഗവാനെ പ്രാർത്ഥിച്ചത് കേൾക്കാം. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാദം ഗോകുലം പ്രഭോ ത്രാതുമർഹസി ദേവാത്മ കുപിതാത് ഭക്തവത്സല. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 63 ഗോവർദ്ധനോദ്ധാരണം. ശ്ലോകം 1 വൃത്തം ദ്രുതവിളംബിതം. ദദൃശിരേ കില തക്ഷണമക്ഷതസ്തനിതജൃംഭിതകമ്പിതദിക്തടാ സുഷമയാ ഭവദംഗതുലാം ഗതാ വ്രജപദോ പരിവാരിധരാസ്ത്വയാ. ഒരിക്കൽ കൂടി. ദദൃശിരേ കില തക്ഷണമക്ഷതസ്തനിതജൃംഭിത കമ്പിതദിക്തടാ സുഷമയാ ഭവദംഗതുലാം ഗതാ വ്രജപദോ പരിവാരിധരാസ്ത്വയാ. ഭഗവാന്റെ മഹാനുവർണ്ണനം തുടരുന്നു. ഈ പ്രപഞ്ചത്തിനാകെ ആധാരമായ ഭഗവാൻ മഹാവിഷ്ണു സർവശക്തനും സർവമായകൾക്കും അധീതനുമാണ്. ദദൃശിരേ കില കാണപ്പെട്ടുവത്രേ, തത്ക്ഷണം ആ ക്ഷണം തന്നെ. ഇന്ദ്രൻ ഇനിയും വന്നില്ലല്ലോ എന്ന് ശ്രീകൃഷ്ണൻ ചിന്തിച്ച ആ നിമിഷം തന്നെ. അക്ഷത ക്ഷതമൊന്നും കൂടാതെ ഇടവിടാതെ തുടർച്ചയായി. സ്തനിത ശക്തിയേറിയ, ജംബിത ഇടിമുഴക്കം കൊണ്ട്, കമ്പിത ദിക്തട ദിക്തടങ്ങളെ കമ്പിതമാക്കിക്കൊണ്ട്, 8 ദിക്കും വിറപ്പിച്ചുകൊണ്ട്, സുഷമയ ഭംഗി കൊണ്ട്, ഭവത് അംഗതുലാം അങ്ങയുടെ ശരീരം പോലെ ശ്യാമ നിറത്തിന് തുല്യമായ കാന്തിയോടെ, ഗത പ്രാപിച്ചവയായി, പ്രജ പദോപരി ഗോകുലത്തിന് മുകളിലായി, വാരിധര ജലത്തെ ധരിച്ച കാർമേഘങ്ങളെ, ത്വയാ അങ്ങയാൽ ശ്രീകൃഷ്ണനാൽ ദദൃശിരേ കണ്ടുവത്രേ. ശ്ലോകാർത്ഥം. ഇന്ദ്രൻ ഇനിയും വന്നില്ലല്ലോ എന്ന് കൃഷ്ണൻ വിചാരിച്ച ആ നിമിഷം തന്നെ ആ ഗോകുലത്തിന്റെ മുകൾ പരപ്പിൽ 8 ദിക്കുകളെയും കമ്പനം ചെയ്യുന്ന ജംബണാരവത്തോടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരീരകാന്തിയോട് സാദൃശ്യം പ്രാപിച്ചതായ കാർമേഘങ്ങളെ ഹേ കൃഷ്ണ അവിടുന്ന് ദർശിച്ചു അത്രേ. ഈ മഴമേഘങ്ങൾ അഹങ്കാരമതിയായ ഇന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് ഗോകുലത്തെ ആകെ വിറപ്പിക്കാൻ, ഭയപ്പെടുത്താൻ ജംഭ്രണാരവത്തോടെ വന്നെത്തിയവയാണ്. എന്നാൽ ആ കാർമേഘകാന്തിയോ ഭഗവാന്റെ തിരുവുടലിൽ നിന്ന് കടമെടുത്തത് മാത്രമാണ്. ഭഗവത് അംഗം തന്നെയാണ് അവയും. ഭഗവത് മായ എത്ര മഹത്തരമാണെന്ന് ഓർക്കുക. ശ്ലോകം 2 വൃത്തം മാലിനി. വിപുലകരഗമിശ്രൈ സ്തോയധാരാനിപാതൈ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിതഹരികൃതാത്മാ പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വൻ മാ ബിഭീദേത്യഭാണി. ഒരിക്കൽ കൂടി. വിപുലകരഗമിശ്രൈ സ്തോയധാരാനിപാതൈ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിതഹരികൃതാത്മാ പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വൻ മാ ബിഭീദേത്യഭാണി. വിപുല കരകമിശ്രൈ വലിയ ആലിപ്പഴങ്ങളോടുകൂടി, തോയധാര ജലധാര ഇടമുറിയാത്ത മഴയുടെ ധാര, നിപാതേർ വീഴ്ചയാൽ, ദിശി ദിശി എല്ലാ ദിക്കുകളിലും,
പശുഭാനാം മണ്ഡലേ ഗോപാല സമൂഹം ദണ്ഡ്യമാനേ ദണ്ഡിക്കപ്പെട്ടപ്പോൾ, കഷ്ടപ്പെട്ടപ്പോൾ, കുപിത ഹരികൃതാത് കോപിഷ്ഠനായ ദേവേന്ദ്രൻ ഉണ്ടാക്കിയ, കുപിതനായ ദേവേന്ദ്രന്റെ കൃത്യത്തിൽ നിന്ന് ഞങ്ങളെ പാഹി പാഹി രക്ഷിച്ചാലും രക്ഷിച്ചാലും ഇതി തേഷാം വചനം ഇങ്ങനെയുള്ള അവരുടെ ഗോപാലന്മാരുടെ വാക്കുകളെ അജിത ഹേ അജിതനായവനെ, ആർക്കും ജയിക്കാനാകാത്ത ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, ശൃണ്വൻ കേട്ടിട്ട് ശ്രവിച്ചിട്ട്, മാ ബിബീത ഭയപ്പെടേണ്ട, ഇതി അഭാണി എന്ന് മൊഴിഞ്ഞു. ശ്ലോകാർത്ഥം: വലിയ ആലിപ്പഴങ്ങളോടുകൂടി ധാരമുറിയാത്ത പെരുമഴയുടെ നിപാതത്താൽ എല്ലാ ദിക്കുകളിലും ഗോപന്മാർ കഷ്ടപ്പെട്ടപ്പോൾ കോപിതനായ ദേവേന്ദ്രന്റെ ഈ കൃത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചാലും എന്നിങ്ങനെയുള്ളവരുടെ വാക്കുകൾ ശ്രവിച്ച് ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത ഹേ ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങ് ഭയപ്പെടേണ്ട എന്നിങ്ങനെ ആ ഗോപാലന്മാരോട് പറഞ്ഞു. ഭഗവാൻ അജിതനാണ്, ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയാത്തവൻ, ആർക്കും ജയിക്കാൻ ആകാത്തവൻ. ആ സർവശക്തനോടാണ് ഇന്ദ്രൻ കോപിഷ്ഠനായത്. ഭഗവാനായ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിച്ച ഗോപന്മാരോട് മാ ബിഭീത ഭീതിപ്പെടേണ്ട എന്നാണ് കൃഷ്ണൻ ആശ്വാസവചനം മൊഴിഞ്ഞത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉടനീളം പറയുന്നു മാ ശുച, ദുഃഖിക്കരുത് ദുഃഖിക്കരുത് എന്ന്. ഭഗവാനെ വരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ എപ്പോഴും അഭയം നിറഞ്ഞരുളുന്നു. പിന്നെ ഭയപ്പെടേണ്ടതായിട്ടൊന്നും തന്നെയില്ല, ദുഃഖിക്കേണ്ടതായിട്ടൊന്നും തന്നെയില്ല. ശ്ലോകം 3. കുലൈഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോർവിഗതിമിക സരുന്ധ്യാത് കോനുവ സംശയോസ്മിൻ ഇതി സഹസിതവാദി ദേവഗോവർദ്ധനാദ്രിം ത്വരിതമുദമുമൂലോ മൂലതോ ബാലദോർഭ്യാം. ഒരിക്കൽ കൂടി. കുല ഇഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോർ വിഗതിമിക സരുന്ധ്യാത് കോനുവ സംശയോസ്മിൻ ഇതി സകസിതവാദി ദേവഗോവർദ്ധനാദ്രിം ത്വരിതമുദമുമൂലോ മൂലതോ ബാലദോർഭ്യാം. ഭഗവാന്റെ ഗോവർദ്ധനോദ്ധാരണമാണ് ഈ പദ്യത്തിൽ വർണ്ണിക്കപ്പെടുന്നത്. കുല ഇഹ, ഈ കുലത്തിൽ, ഈ വംശത്തിൽ, ഖലു ഗോത്രോ ദൈവതം, ഗോവർദ്ധന പർവ്വതമാണല്ലോ പരദേവത. ഗോക്കളെ ത്രാണനം ചെയ്യുന്നത് ഈ പർവ്വതമാണല്ലോ. ഗോത്രശത്രോർ, പർവ്വതശത്രു ഇന്ദ്രൻ, വിഹതിം ഇഹ, ഈ വിഹതിയെ, ഈ നാശത്തെ, സഹ അവൻ, ഈ ഗോവർദ്ധന പർവ്വതം, രുന്ദ്യാത് രോധിക്കും, തടയും, കോനു വാ സംശയോസ്മിൻ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് സംശയം? ഇതി ഇങ്ങനെ, ഇപ്രകാരം സഹസിതവാദി ചിരിച്ചുകൊണ്ട്, ദേവാ ഹേ ദേവാ ശ്രീ ഗുരുവായൂരപ്പ, ഗോവർദ്ധനാദ്രിം ഗോവർദ്ധന പർവ്വതത്തെ, ത്വരിതം പെട്ടെന്ന്, ഉദമുമൂലോ പിഴുതെടുത്തു, മൂലധോ മൂലത്തോടുകൂടി, ചുവടോടുകൂടി, ബാലധോർഭ്യാം ഇളം കൈകളാൽ. ശ്ലോകാർത്ഥം: ഈ ഗോകുലവംശത്തിൽ ഗോക്കളെ ത്രാണനം ചെയ്യുന്ന പർവ്വതം ആണല്ലോ പരദേവത. ആ പർവ്വതം തന്നെ ശത്രുവായ ഇന്ദ്രൻ ചെയ്യുന്ന നാശത്തെ തടയും. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് സംശയം എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ പെട്ടെന്ന് പിഞ്ചുകൈകളാൽ അങ്ങ്
ദേവാ ശ്രീ ഗുരുഹൈരപ്പ ചുവടോടുകൂടി പിഴുതെടുത്തു. ഗോക്കളെയും ഭൂമിയെയും ത്രാണനം ചെയ്യുന്നത് പർവ്വതങ്ങളാണ്. പർവ്വത ശിഖരങ്ങളിൽ മേഘങ്ങൾ തട്ടി തണുക്കുമ്പോഴാണല്ലോ മഴ പെയ്യുന്നത്. മഴ ധാരാളം പെയ്താൽ പുല്ലും മറ്റു സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ ഭൂമിയിൽ സമൃദ്ധമായി വളരുന്നു. ഇന്ദ്രൻ പണ്ട് പർവ്വതങ്ങൾക്കുണ്ടായിരുന്ന ചിറകുകളെ തന്റെ വജ്രായുധം കൊണ്ട് അരിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ടത്രേ. അതിനാൽ പർവ്വതങ്ങളുടെ ശത്രു തന്നെയാണ് ഇന്ദ്രൻ. ഇപ്പോൾ കോപിഷ്ഠനായ ഇന്ദ്രൻ ഗോകുലവാസികൾക്ക് നേരെ ചെയ്യുന്ന ഈ നാശത്തെ ഇന്ദ്രശത്രുവായ ഈ ഗോവർദ്ധന ശൈലം തന്നെ നേരിട്ടോളും എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വചനം. ഇതിങ്ങനെ മൊഴിഞ്ഞ് ഒരു ചെറുപുഞ്ചിരിയോടെ കണ്ണൻ പിന്നെ തന്റെ പിഞ്ചു കൈകളെ കൊണ്ട് ആ ശൈലത്തെ ഒരു കൂണിനെ എന്ന പോലെ ചുവടോടുകൂടി പിഴുതെടുത്തു. ഈ ശ്ലോകത്തിലെ പരദേവതാ സങ്കല്പം ശ്രദ്ധിക്കുക. പരദേവതയെ, കുടുംബ ദേവതയെ പൂജിച്ച് പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ മറക്കരുത്. ഏത് കഷ്ടാവസ്ഥയിലും നമ്മെ ത്രാണനം ചെയ്യാൻ ഈ കുലദേവതകൾക്ക് കഴിയും. പരദേവതയെ വിസ്മരിക്കുന്നത് നാശത്തിലേക്ക് നയിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പരദേവതയായ ഗോവർദ്ധനഗിരിയെ പൂജിച്ച് പരിക്രമണം ചെയ്യുന്ന പാഠം നാം ഉൾക്കൊള്ളുക. ശ്ലോകം 4. തദനു ഗിരിവരസ്യ പ്രോധൃതസ്യ താവത് സികതിലമൃദുദേശേ ദൂരതോ വാരിതാപേ പരികരപരിമിശ്രാൻ ധേനുഗോപാനധസ്താദ് ഉപനിദദദദത്ത ഹസ്തപത്മേന ശൈലം. ഒരിക്കൽ കൂടി. തദനു ഗിരിവരസ്യ പ്രോധൃതസ്യ താവത് സികതിലമൃദുദേശേ ദൂരതോ വാരിതാപേ പരികരപരിമിശ്രാൻ ധേനുഗോപാനധസ്താദ് ഉപനിദദദത്ത ഹസ്തപത്മേന ശൈലം. തദനു പിന്നീട് ഗിരിവരസ്യ ഗിരിശ്രേഷ്ഠന്റെ പോതൃതസ്യ ഉദ്ധൃതമായിട്ട് വളരെ നന്നായി ഉയർത്തപ്പെട്ടിട്ട് അസ്യ അവന്റെ ആ ഗിരിശ്രേഷ്ഠന്റെ താവത് അതിനുശേഷം സിഖതില സൈകതം മണൽത്തിട്ട മണൽ ഉള്ള മൃദുദേശേ മൃദുവായ ദേശത്ത് ധൂരതോ ദൂരെ നിന്നു തന്നെ വാരിത ആഭേ തടയപ്പെട്ട ജലത്തെ ആപത്തെ തടഞ്ഞു. പരികര പരിമിശ്രാൻ വീട്ടു ഉപകരണങ്ങളോടുകൂടി ധേനു ഗോപാൻ ധേനുക്കളെയും ഗോപന്മാരെയും അധസ്ഥാത് അധോതലത്തിൽ ആ പർവ്വതത്തിനു താഴെ ഉപനിദതത് ചേർത്തു നിർത്തിയിട്ട് അദഥ ധരിച്ചു ഏറ്റുനിന്നു. ഹസ്തപത്മേന ശൈലം ശൈലത്തെ ആ ഗോവർദ്ധന പർവ്വതത്തെ കരാരവിന്ദങ്ങളാൽ. ശ്ലോകാർത്ഥം. അനന്തരം ഉയർത്തപ്പെട്ട ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ ചുവട്ടിൽ ദൂരെ മുകളിൽ നിന്നു തന്നെ തടുത്തു നിർത്തപ്പെട്ട മഴയോടുകൂടി മൃദുലമായ ആ മണൽപ്പരപ്പിൽ എല്ലാ ഗ്രഹോപകരണങ്ങളോടും കൂടി ഗോപന്മാരെയും പശുക്കളെയും ഒതുക്കി നിർത്തിയിട്ട് ചെന്താമരപ്പൂ പോലുള്ള ഒറ്റ കൈകൊണ്ട് ആ ശൈലത്തെ ശ്രീകൃഷ്ണൻ ഏറ്റുനിന്നു. സർവേശ്വരനായ ഭഗവാനെ, വിരലിലെ ഒരു താമരപ്പൂ പോലെ ആ ഗോവർദ്ധന ശൈലം പ്രശോഭിച്ചു. ശ്ലോകം 5. ഭവതി വിധൃതശൈലേ ബാലികാഭിർവയസ്യൈരഭിവിഹിതവിലാസം കേളിലാപാദിലോലേ സവിധമിളിതധേനൂർ ഏകഹസ്തേന കണ്ടു യദി സതി പശുപാല സ്തോഷമൈഷന്ത സർവേ. ഒരിക്കൽ കൂടി.
ഭവതി വിധൃതശൈലേ ബാലികാഭിർവയസ്യൈരഭിവിഹിതവിലാസം കേളിലാപാതിലോലേ സവിധമിളിതധേനൂരേകഹസ്തേന കണ്ടു യദി സതി പശുപാല സ്തോഷമൈഷന്ത സർവേ. ഭവതി ഭവാൻ, ഭഗവാനായ ശ്രീകൃഷ്ണൻ, വിധൃത ശൈലേ, ധൃതമായ ശൈലം, ഉയർത്തി പിടിക്കപ്പെട്ട ആ ശൈലം, ബാലികാഭിർ, ഗോപബാലികമാരോടും, വയസ്യർ അഭി, സമപ്രായരായ സുഹൃത്തുക്കളോടും ഒത്ത്, വിഹിതവിലാസം, വിഹിതമായ പ്രകടിതമായ വിലാസത്തോടെ, കേളി ലാഭാതിലോലേ, കളികളിലും നേരം പോക്കു പറയുന്നതിലും താല്പര്യം കാണിച്ച്, സവിധമിളദ്ദേനു, സവിധത്തിൽ സാമീപ്യത്തിൽ ചേർന്നു നിന്ന പശുക്കളെ, ഏകഹസ്തേന ഖണ്ഡൂയതീ സതി, ഒരു കൈകൊണ്ട് ചൊറിയുന്നവനുമായി ഇരിക്കെ, പശുപാല, ആ ഗോപകന്മാർ, തോഷം ഐഷന്ത സർവേ, സർവരും സന്തോഷത്തെ പ്രാപിച്ചു. ശ്ലോകാർത്ഥം. അവിടുന്ന് ശൈലത്തെ ഉയർത്തിപ്പിടിച്ച് ബാലികമാരോടും വയസ്സന്മാരോടും വിവിധ വിലാസങ്ങൾ കാട്ടിക്കൊണ്ടും കളികളിലും നേരം പോക്ക് പറയുന്നതിലും മറ്റും തൽപരനായും, അടുത്തു വന്നെത്തിയ പശുക്കളെ ഒരു കൈകൊണ്ട് ചൊറിഞ്ഞുകൊടുത്തും നിൽക്കുമ്പോൾ സർവ ഗോപാലന്മാരും എന്തെന്നില്ലാത്ത സന്തോഷത്തെ പ്രാപിച്ചു. ശ്ലോകം 2 മുതൽ 5 വരെ വൃത്തം മാലിനി. ശ്ലോകം 6 മുതൽ 10 വരെ വൃത്തം ദ്രുതവിളംബിതം. ശ്ലോകം 6. അതിമഹാൻ ഗിരിരേഷദുവാമകേ കരസരോരുഹിതം ധരതേ ചിരം കിമിതമദ്ഭുതമദ്രിബലം നിതി ത്വദവലോകിഭിരാഗധി ഗോപകൈഃ. ഒരിക്കൽ കൂടി. അതിമഹാൻ ഗിരിരേഷദുവാമകേ കരസരോരുഹിതം ധരതേ ചിരം കിമിതമദ്ഭുതമദ്രിബലം നിതി ത്വദവലോകിഭിരാഗധി ഗോപകൈഃ. അതിമഹാൻ, അതിവിസ്തൃതമായ, വളരെ വലിയ, ഗിരിർ ഏഷധു, ആ പർവ്വതമാകട്ടെ, വാമഘേ കരസരോരുഹി, ഇടത്തെ കരാംബുജത്തിൽ, തം ധരതേ ചിരം, അതിനെ, ആ ശൈലത്തെ വളരെ നേരമായി വഹിക്കുന്നു. കിം ഇതം അത്ഭുതം, ഇതെന്ത് അത്ഭുതമാണ്. അദ്രിബലം നു ഇധി, ഇതും പർവ്വതത്തിന്റെ ശക്തിയായിരിക്കുമോ, പ്രഭാവമായിരിക്കുമോ എന്നിങ്ങനെ, ത്വത്, അങ്ങയെ, അവലോകിഭിർ, ബഹുമാനത്തോടെ നോക്കി നിൽക്കുന്ന, ആഖദി ഗോപഖൈർ, ആ ഗോപകന്മാർ പറഞ്ഞു. ശ്ലോകാർത്ഥം. ഈ പർവ്വതം വളരെ വലുതാണ്. ശ്രീകൃഷ്ണനാകട്ടെ അതിനെ തന്റെ ഇടതുകൈയാൽ വളരെ നേരമായി ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. ഇത് എന്തൊരു അത്ഭുതമാണ്. ഇത് ഈ പർവ്വതത്തിന്റെ തന്നെ ശക്തിയായിരിക്കുമോ, പ്രഭാവമായിരിക്കുമോ എന്നിങ്ങനെ കണ്ണനെ ബഹുമാനത്തോടെ നോക്കി നിൽക്കുന്ന ഗോപന്മാർ പറഞ്ഞു. ശ്ലോകം 7. അഹകധാർഷ്ട്യമമുഷ്യവടോർഗിരിം വ്യഥിതബാകുരസൗ അവരോപയേത് ഇതി ഹരിസ്ത്വയി ബദ്ധവിഗർഹണോ ദിവസസപ്തകമുഗ്രമവർഷയത്. ഒരിക്കൽ കൂടി. അഹകധാർഷ്ട്യമമുഷ്യവടോർഗിരിം വ്യഥിതബാകുരസൗ അവരോപയേത് ഇതി ഹരിസ്ത്വയി ബദ്ധവിഗർഹണോ ദിവസസപ്തകമുഗ്രമവർഷയത്. അഹഹ, അഹ അഹ, അമ്പമ്പ, ധാർഷ്ട്യം അമൂക്ഷ്യവഠോർ,
ഈ ചെറുക്കന്റെ ധാർഷ്ട്യത്തെ നോക്കൂ. ഗിരിം, ഈ പർവ്വതത്തെ, വ്യതിത ബാഹു അസൗ, ഇവൻ കൈ കുഴയുമ്പോൾ, കൈ വേദനിക്കുമ്പോൾ, അവരോപയേത്, താഴെ ഇറക്കി വെക്കും, ഇതി ഹരി, ഇന്ദ്രനിങ്ങനെ, തുയി ബദ്ധവിഹർഗണോ, അങ്ങയോട് ബദ്ധമായ നിന്ദയോടുകൂടി, ദിവസ സപ്തഹം, 7 ദിവസം, ഉഗ്രം അവർഷയത്, ഉഗ്രമായി കഠിനമായി മഴയെ വർഷിച്ചു. ശ്ലോകാർത്ഥം: അമ്പട, ഈ ചെറുക്കന്റെ അഹങ്കാരം നോക്കൂ. ഇവൻ കൈ കുഴയുമ്പോൾ ഈ പർവ്വതത്തെ താഴെ ഇറക്കി വയ്ക്കും എന്നിപ്രകാരം കണ്ണനെ നിന്ദിക്കുന്നവനായി ഇന്ദ്രൻ 7 ദിവസം മുഴുവൻ അതികഠിനമായ മഴയെ വർഷിച്ചു. രജോ ഗുണത്തിന്റെ വർധനയാലാണ് ദേവേന്ദ്രന് അഹങ്കാരവും സർവേശ്വരനായ മഹാവിഷ്ണുവായ ശ്രീകൃഷ്ണന്റെ മഹത്തായ പ്രഭാവത്തിൽ അവിശ്വാസവും ഉണ്ടായത്. ഈ പ്രപഞ്ചത്തെയാകെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന ശ്രീഹരിക്ക് തന്റെ ഒരു അംഗം പോലും കുഴയുകയില്ല എന്നത് ഇന്ദ്രന് ഇപ്പോൾ ചിന്തിക്കാനേ ആയില്ല. ശ്ലോകം 8. അചലതി ത്വയി ദേവപദാത്പദം ഗളിത സർവജലേ ജഘനോത്കരേ അപകൃതേ മരുതാമരുതാംബദികി ത്വദഭിശങ്കിതധീ സമുപദ്രവദ്. ഒരിക്കൽ കൂടി. അചലതി ത്വയി ദേവപദാത്പദം ഗളിത സർവജലേ ജഘനോത്കരേ അപകൃതേ മരുതാമരുതാംബദികി ത്വദഭിശങ്കിതധീ സമുപദ്രവദ്. അചലതി, ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ, ഒന്ന് ഇളകുക പോലും ചെയ്യാത്തവനായി, ത്വയി, അങ്ങയുടെ, ശ്രീകൃഷ്ണന്റെ, ദേവ, ഹേ ദേവ, ഹേ ശ്രീകൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പ, പദാത്പദം, ഒരു പാദത്തിൽ നിന്ന് മറ്റേ പാദത്തിലേക്ക് പോലും, ഗളിത സർവജലേച്ച, സർവജലവും ഗളിതമായി ഒഴുകിത്തീരവേ, ഘനോത്കരേ, ഘനസമൂഹം, അപഹൃതേ മരുത, മാരുതിയാൽ മേഘക്കൂട്ടങ്ങൾ അപഹൃതമായപ്പോൾ കാറ്റിനാൽ അപഹരിക്കപ്പെട്ടവയാകവേ, മരുതാം പതി, മരുത്തുക്കളുടെ പതി ദേവേന്ദ്രൻ, ത്വദ്, അങ്ങയിൽ, ശ്രീകൃഷ്ണനിൽ, അഭിശങ്കിതധീ, ഭയപ്പെടുന്ന ബുദ്ധിയുള്ളവനായി, ഭഗവത് പ്രഭാവത്തെ ഭയപ്പെടുന്ന മനസ്സ് ഉള്ളവനായി, സമുപാദ്രവദ്, ഓടിപ്പോയി. ശ്ലോകാർത്ഥം: ഭഗവാനേ ശ്രീകൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് ഒരു പാദത്തിൽ നിന്ന് മറ്റൊരു പാദത്തിലേക്ക് പോലും ചലിക്കാതിരിക്കവേ, അചഞ്ചലനായി വിഹരിക്കുമ്പോൾ മേഘസമൂഹങ്ങളിലെ ജലമെല്ലാം വാർന്നൊഴുകിത്തീർന്നപ്പോൾ ആ മേഘങ്ങളെ മാരുതൻ വീശിയകറ്റി. അപ്പോൾ മരുത്തുക്കളുടെ പതിയായ ദേവേന്ദ്രൻ അങ്ങയിൽ ഭയമുള്ള മനസ്സുമായി ഓടിപ്പോയി. ഭഗവാൻ ശ്രീകൃഷ്ണൻ 7 വയസ്സു മാത്രം പ്രായമായ ഒരു ബാലസ്വരൂപനാണ്. ഇടതുകൈയിലെ ഒരു വിരലിൽ ഈ മഹാശൈലത്തെ ധരിച്ച് ഒരു പാദമെങ്കിലും അല്പമൊന്ന് ചലിപ്പിക്കുക കൂടി ചെയ്യാതെ 7 ദിവസമായി അചഞ്ചലനായി നിൽക്കുന്നു. കാർമേഘങ്ങളിലെ ജലമെല്ലാം പെയ്തൊഴിഞ്ഞു തീർന്നു. കാറ്റടിച്ചപ്പോൾ അവ പറന്നകന്നു പോകുകയും ചെയ്തു. ഇന്ദ്രൻ സേനയെ നഷ്ടപ്പെട്ട രാജാവിനെ പോലെ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ഭീതി കലർന്ന് സംരംഭമെല്ലാം നിർത്തിവെച്ച് അപ്രത്യക്ഷനായി. ഇനി ഭഗവാനിൽ അർപ്പണ ബുദ്ധിയുള്ളവനായി ശരണാഗതനാകാനേ വഴിയുള്ളൂ. മരുത്തുക്കൾ 49 പേരാണ്. അവർ ദിതിയുടെ പുത്രരാണ്. സ്വസഹോദരി അദിതിയുടെ പുത്രൻ ഇന്ദ്രനെ വധിക്കാൻ ഉതകുന്ന പുത്രൻ ഉണ്ടാകണമെന്ന ആഗ്രഹത്താൽ അസുരമാതാവായ ദിതി കശ്യപ ഋഷിയിൽ നിന്ന് ഗർഭാധാനം ചെയ്തു. മന്ത്രത്തിന്റെ വർണ്ണഭ്രംശത്താൽ
ആ ഗർഭസ്ഥ ശിശു ഇന്ദ്രവിരോധിയാകേണ്ടുന്നതിനു പകരം ഇന്ദ്രന് വശഗതനായി തീർന്നു. അതിനിടയ്ക്ക് ഗർഭകാലത്തെ ആലസ്യത്തിൽ മയങ്ങിപ്പോയ ദിതിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ആ ഗർഭസ്ഥ ശിശുവിനെ ഇന്ദ്രൻ ആദ്യം 7 പിന്നെ അവയെ വീണ്ടും 7 ഭാഗമാക്കി ഖണ്ഡിച്ചു അത്രേ. അങ്ങനെ അവർ 49 ശിശുക്കളായി ജനിച്ചു. അവരെ മരുത്തുക്കൾ എന്ന് പറയപ്പെടുന്നു. അവർ ദേവേന്ദ്രന് പ്രിയരായി മാറി. ഇവർ ഇടിയും മിന്നലും ആയുധങ്ങളോടുകൂടിയ ദൈധേയന്മാരാണ്. മരുത് എന്ന പദത്തിന് കാറ്റ് എന്നും ദേവൻ എന്നും അർത്ഥമുണ്ട്. ശ്ലോകം 9. ശമമുപേയുഷി വർഷഭരേ തദാ പശുപധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഖിതഭൂധരക പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. ഒരിക്കൽ കൂടി. ശമമുപേയുഷി വർഷഭരേ തദാ പശുപധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഖിതഭൂധരക പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. ശമം അടക്കം, ഒതുക്കം. ശമം ഒരു യോഗാഭ്യാസമാകുന്നു. ഉപേയുഷി പ്രാപിച്ച്, ശമത്തെ പ്രാപിച്ച്. വർഷഭരേ ആ പെരുമഴ. തഥാ അപ്പോൾ. പശുപധേനുകുലേച്ച ഗോപന്മാരും പശു സമൂഹവും കൂടി. വിനിർഗതേ പുറത്ത് പോവുകയും ചെയ്തപ്പോൾ, ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ കീഴിൽ നിന്ന് പോയപ്പോൾ. ഭൂവി ഭൂമിയിലേക്ക്. വിഭോ ഹേ സർവശക്തനായ ശ്രീകൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പ. സമുപാഹിത ഉപാഹിതമാക്കിയ, ഇറക്കി വെച്ച. ഭൂധര ഭൂമിയെ ധരിച്ചനായ ഹേ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ. പ്രമുദിതൈ മുദിതരായി, സന്തോഷിച്ചവരായി. പശുപൈ പശുഭന്മാർ. പരിരേഭിഷേ പരിരംഭണം ചെയ്തു, അങ്ങയെ ആലിംഗനം ചെയ്തു. ശ്ലോകാർത്ഥം. ഹേ കൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പ, ആ പെരുമഴ അടങ്ങിയപ്പോൾ ഗോപസമൂഹവും പശുക്കൂട്ടവും പർവ്വതത്തിന്റെ അടിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തപ്പോൾ ഭൂധരനായ അങ്ങ് ആ പർവ്വതത്തെ ഭൂമിയിൽ നിക്ഷേപിച്ചു, സ്ഥാപിച്ചു. അതിസന്തുഷ്ടരായ ആ ഗോപന്മാർ അങ്ങയെ ആലിംഗനം ചെയ്തു. ഈ ഗോപസമൂഹവും ഗോകുലവും ഗോക്കൂട്ടവും എന്തിനേറെ ആ വൃന്ദാവനവും ഗോവർദ്ധന പർവ്വതവുമെല്ലാം ഭഗവാന്റെ ഈ അവതാര ലീലകൾക്ക് സാക്ഷ്യം വഹിക്കാനും ഭാഗഭാക്കാകാനും ജന്മമെടുത്ത ദേവന്മാരും ദേവർഷിമാരുമാണ്. അവർ എല്ലാവരും ഭഗവാന്റെ ഈ അത്ഭുത ബാലലീലയിൽ ആഹ്ലാദഭരിതരായി ശ്രീകൃഷ്ണന്റെ പൂമേനി ആലിംഗനം ചെയ്തു. ഇതിൽ പരം ഭാഗ്യം ആർക്കാണുണ്ടാവുക? ശ്ലോകം 10. ധരണിമേവ പുരാ ധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ ഇതിനുദസ്ത്രിദശൈ കമലാപതേ ഗുരുപുരാലയ പാലയ മാം ഗദാത്. ഒരിക്കൽ കൂടി. ധരണിമേവ പുരാ ധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ ഇതിനുദസ്ത്രിദശൈ കമലാപതേ ഗുരുപുരാലയ പാലയ മാം ഗദാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ധരണീം ഏവ ധരണിയെ തന്നെ, ഭൂമിയെ തന്നെ. പുരാ പണ്ട്. ധൃതവാൻ അസി അങ്ങ് ധരിച്ചവനായിരുന്നു. ക്ഷിതിധര ഉദ്ധാരണേ ഒരു പർവ്വതത്തിനെ ഉയർത്താൻ. തവ കശ്രമ അങ്ങയ്ക്ക് എന്ത് വിഷമമാണ്. ഇതി ഇങ്ങനെ. നുത ത്രിദശൈർ സ്തുതിച്ചുകൊണ്ട് ദേവന്മാർ. കമലാപദേ
ഹേ ലക്ഷ്മീപതിയായ ഭഗവാനെ, ഗുരുപുരാലയ, ഗുരുവായൂരപ്പ, പാലയമാം ഗതാത്, എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ശ്ലോകാർത്ഥം. പണ്ട് വരാഹാവതാരക്കാലത്ത് അങ്ങ് ഈ ഭൂമിയെ ആകെ എടുത്തു പൊക്കിയിട്ടുള്ളതാണ്. അതിനാൽ ഇപ്പോൾ ഒരു പർവ്വതത്തെ മാത്രം എടുത്ത് ഉയർത്തുന്നതിന് അങ്ങയ്ക്ക് എന്ത് വിഷമമാണുള്ളത്? എന്നിങ്ങനെ ദേവന്മാരാൽ പുകഴ്ത്തി സ്തുതിക്കപ്പെടുന്ന ലക്ഷ്മീപതിയായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ രോഗത്തിൽ നിന്ന് പരിരക്ഷിക്കണമേ. ശ്രീകൃഷ്ണൻ പർവ്വതത്തെ യഥാസ്ഥാനത്ത് ഭൂമിയിൽ സ്ഥാപിച്ചപ്പോൾ ഗോകുലവാസികൾ, കണ്ണാ, നീ തളർന്നുവോ, നിനക്ക് ക്ലേശമുണ്ടായോ എന്നിങ്ങനെ ചോദിച്ച് ദേഹത്തെയും ഇടതുകൈയിനെയും തലോടുക, തൈർ കൊണ്ടുവന്ന് തിലകം ചാർത്തുക, അക്ഷതം ധരിച്ച് ജലം കാട്ടി ഒഴിഞ്ഞു കളയുക എന്നീ വൃത്തികൾ ചെയ്തു. വേദജ്ഞരായ ബ്രാഹ്മണർ ശിരസ് തൊട്ട് ഭഗവാനെ ആശീർവാദം ചെയ്തു. എല്ലാവരും ഭഗവാനെ ഹൃദയത്തിൽ തന്നെ വഹിച്ചു. പിന്നെ ദേവന്മാർ തുമ്പുരുമീട്ടി ദേവദുന്ദുബി മുഴുക്കി അവർ ഗാനങ്ങൾ ആലപിച്ചു. ഇങ്ങനെ സർവാദരണീയനായ ശ്രീകൃഷ്ണൻ ബലരാമസഹിതനായി ഗോകുലത്തിലേക്ക് പോയി. ശ്രീ ഗുരുവായൂരപ്പ ശരണം.